നമ്മുടെ ചേട്ടന്മാർ പലപ്പോഴും വഴിയെ ഒരു നല്ല സ്ത്രീ പോകുന്ന കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുന്ന ചേട്ടന്മാരെ കണ്ടു, അയ്യോ നല്ല സാരിയാണല്ലോ, നല്ല പെർഫ്യൂം ആണെന്നൊക്കെ പറയും. എന്നാൽ വീട്ടിലൊരു സ്ത്രീ ഉണ്ടല്ലോ, അവൾക്ക് ഇതുവരെ നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ, നല്ലൊരു പെർഫ്യൂം മേടിച്ചു കൊടുത്തിട്ടുണ്ടോ, എവിടെയെങ്കിലും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. എന്റെ മകൻ നീ ആരാണ് എനിക്ക്? എന്റെ വാഷിംഗ് മെഷീൻ, എന്റെ കുക്കിംഗ് മെഷീൻ, എന്റെ പ്രഷർ പ്രൊഡ്യൂസിംഗ് മെഷീൻ. തീരും. പരുക്കന്മാരായ പുരുഷന്മാരാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷം. അവർ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ എന്തോ കൂടിയ ആൾക്കാരാണെന്ന്. ഒന്നുമല്ല. ഒരു കുടുംബം കൊണ്ടുനടക്കുന്ന ആരാണോ? വെള്ളമടിച്ചിട്ട് ഈ പുരുഷനിൽ നിന്ന് വരെ ദുർഗന്ധം സഹിക്കുന്ന ഒരു സ്ത്രീക്കും ശാരീരികമായിട്ട് ഉത്തേജനം കിട്ടില്ല. അബദ്ധവശാൽ ഇങ്ങനെ കൊച്ചുങ്ങാനും ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഭാരമായിട്ട് ആ കൊച്ചു മാറുകയും ചെയ്യും. 10ാം ക്ലാസ് പോലും എത്തില്ല. കാരണം ആ കൊച്ചു കള്ളും പുറത്ത് ജനിച്ച കൊച്ച ആൽക്കഹോളിക് ആക്ടിവേറ്റഡ് ജീനാണ്. 6ാം പ്രമാണം ദൈവം പറയുന്നു, വ്യഭിചാരത്തിന് വഴിതൊളിക്കുന്നൊന്നും കുടുംബത്തിലുണ്ടാവരുത്. ആവശ്യമില്ലാതെ ഈ കുഞ്ഞുങ്ങളെ വല്ല വീടുകളിലൊക്കെ കൊണ്ടുപോയിട്ട് അന്തി ഉറങ്ങാനായിട്ട് കൊച്ചുങ്ങളെ പറഞ്ഞു വിടരുത്. ഈ കേരളത്തിലെ ഒരുപാട് ആൺകൊച്ചുങ്ങൾ പെൺകുട്ടികളെക്കാളും കൂടെ ദുരുപയോഗിക്കപ്പെടുന്ന ആൺകുട്ടികളാ. അന്തം ചാർത്താണ് ചന്തം ചാർത്താന്ന് പറഞ്ഞ കൊച്ചുങ്ങളെ കൂടെ എല്ലാം കൂടെ ഒറ്റ മുറിയിൽ പോയി കിടപ്പ്, എന്നിട്ട് ലൈറ്റ് കടിച്ചിട്ട് എല്ലാം കൂടെ തുള്ളലാണ്. ആരെയാ പിടിക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഉള്ളവരൊക്കെ കുടുംബത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളെ അന്തി ഉറങ്ങാൻ മറ്റൊരു വീട്ടിൽ വിടരുത് എന്ന് പ്രിയപ്പെട്ട അപ്പന്മാരോടും അമ്മമാരോടും സ്നേഹത്തോട് പറയുക. ഇന്ന് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ ഒരു ബ്ലൂ ഫിലിമിന്റെ എല്ലാ സൗകര്യങ്ങളും ഒരു മൊബൈൽ ഫോണിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ ഇത് കാണിച്ച് പ്രലോഭിപ്പിക്കുന്ന ധാരാളം സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അമ്മാച്ചന്റെ വീട്ടിൽ അമ്മായിയുടെ വീട്ടിലൊക്കെ പറഞ്ഞു വിടുമ്പോൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.